ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് ഫുഡ്ലിയുടെ രണ്ടാം ദിവസം. ഖേൽ ടർഫ് കഴക്കൂട്ടത്താണ് കളി. അപ്പോൾ രണ്ടാം ദിവസം ആദ്യ കളി വരുന്ന അബിയുടെ ഗണ്ണേഴ്സും ദീപകിന്റെ ബ്ലാസ്റ്റേഴ്സുമാണ്. എന്ത് പറയാൻ ഗൈസ്, അടപടല ഇഞ്ചുവേഡാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ശ്രീരാജേട്ട വൈഫിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കളിയാണ്. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, ഓൾ ഇന്നാൽ അരുൺചേട്ട അറ്റകുറ്റ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ട്രോഫീസ്. ഇതിലെ റണ്ണറപ്പ് ട്രോഫി 2023 ഞാൻ അടിച്ചതാണ്. അഖില്, പ്രശാന്ത്, അമല്, പാർത്ഥിവ്, ശ്രീറാമിന്റെ ചെല്ല അനിയന്മാരിന്റെ കളി കാണാൻ വന്നതാണ് എന്റെ സന്തോഷം. അങ്ങനെ കളികൾ നീണ്ടു നിർഭാഗ്യവശാൽ ഞങ്ങൾ തോറ്റു. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ സെക്കൻഡ് സെമി ഫൈനലാണ്. എല്ലാവരും ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് നോക്കുന്നൊന്നുമല്ലേ? പെനാൽറ്റി വന്നാൽ പിന്നെ ആരാണ് നോക്കാത്ത? അരുൺചേട്ടന്റെ ഒരു ബുള്ളറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ എന്റെ അവിനാശിന്റെ പെനാൽറ്റി എടുക്കാതെ ആരുടെ എടുക്കാൻ? ജസ്റ്റിൻ അളി രക്ഷപ്പെട്ടു. അങ്ങനെ ആനന്ദിന്റെ സേവില് ബ്ലഡ് റാവൻസിനെ തോൽപ്പിച്ച് സ്പാർത്തൻസ് ഫൈനലിൽ മാവറക്സിനെ നേരിടാൻ പോവുകയാണ് ഗൈസ്. അവരുടെ ഒരു എൻജോയ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫൈനലിന് മുന്നോടിയായിട്ട് എല്ലാ ടീം ഓണേഴ്സും ഫൈനലിലുള്ളവരെ വിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. RRDs ഫുഡ്ലി 2025 ഫൈനലിൽ സ്പാർത്തൻസും മാവറക്സും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അങ്ങനെ സ്മിത ചേച്ചി, ശ്രീരാജേട്ടൻ, പ്രദീപ് ഏട്ട, അലൻ ചേട്ടൻ, ജോസേട്ടൻ എല്ലാവരും അവർക്ക് വിഷ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും മികച്ച മത്സരമായിരുന്നു സ്പാർത്തൻസും മാവറക്സും തമ്മിലുള്ള ഫൈനൽ. അങ്ങനെ മാവറക്സ് കപ്പടിക്കുകയാണ് ഗൈസ്, പച്ച ജേഴ്സിയുടെ ടീം. ഇനി നമുക്ക് സമ്മാനദാന ചടങ്ങിൽ പോകാം ഗൈസ്. നിർഭാഗ്യവശാൽ ഈ ടൂർണമെന്റിൽ എനിക്ക് ഒരു ട്രോഫിയും കിട്ടിയിട്ടില്ല. അങ്ങനെ കാണികളും ടീം മെമ്പേഴ്സും എല്ലാവരും ടർഫിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയാണ് ഷോ. അങ്ങനെ ആദ്യത്തെ കാറ്റഗറി ഓരോ കളികളിലെയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ കൊടുക്കുന്നതായിരുന്നു. ശേഷം റണ്ണേഴ്സപ്പായ സ്പാർത്തൻസ് ടീമിന് ശ്രീരാജേട്ടൻ, അതായത് എന്റെ ടീം റെഡ് ഡെവിൾസിന്റെ ഓണർ ആൻഡ് മൈ മാനേജർ ആൾസോ, മെഡൽ കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് പ്രദീപ് ഏട്ടൻ, RA ടീമിന്റെ മാനേജറാണ്, ക്രിക്കറ്റ് പ്ലെയറുമാണ്, വിന്നേഴ്സായ മാവറിക്സ് ടീമിന് മെഡൽ നൽകുന്ന വേളയിലാണ്. റണ്ണേഴ്സപ്പായ സ്പാർത്തൻസിന്റെ യാത്ര വളരെ സസ്പെൻസ് ആയിരുന്നു. ആൻഡ് അവർ ഡിസർവ് ചെയ്യുന്നുമുണ്ട്. അത് അരുൺചേട്ടന് ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ് ഗൈസ്. ഇനി കഥകളിയുടെ പൂരം. ടൂർണമെന്റിലെ ചാമ്പ്യൻസായ മാവറിക്സിന്റെ സെലിബ്രേഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു കളി പോലും തോൽക്കാതെയാണ് അവർ ഫൈനലിൽ എത്തി. ഫൈനലും കപ്പ് അടിച്ചു. അപ്പോൾ നാളെ വരാം.